കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടെ വിട്ടുപോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുകളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തിലെ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജനങ്ങളെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ദൈവരാജ്യ പ്രഘോഷണം ഈ ലോകം മുഴുവൻ എത്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കർത്താവ് താൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ തൻ്റെ ശിഷ്യന്മാരെ ആ ഒരു ദൗത്യത്തിന് വേണ്ടി അയക്കുമ്പോൾ അതൊരു ട്രയൽ റൺ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം തൻ്റെ മരണത്തിന് ശേഷം തീർച്ചയായും തൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടവരാണ് ശിഷ്യന്മാർ. അങ്ങനെയുള്ള ശിഷ്യന്മാർ താൻ അവരോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പോകുമ്പോൾ എന്തെല്ലാമാണ് ഇങ്ങനെയുള്ള ഒരു യാത്രയിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാൻ അവന് സാധിക്കും. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ യേശുവിന് സാധിക്കും. മാത്രമല്ല, അവൻ കൂടെയുള്ളപ്പോൾ ശിഷ്യന്മാർക്കും അതൊരു ധൈര്യമായിരിക്കും. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി അയക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവരുടെ യാത്രയിൽ അവർക്ക് നൽകപ്പെടുന്ന ചില അധികാരങ്ങളുണ്ട്. ചില അവസരങ്ങളിൽ പിശാചില്ല എന്ന് തർക്കിക്കുന്ന ആളുകളുണ്ടാകാം. പക്ഷേ യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ഇതുപോലെയുള്ള ഒരു ദൗത്യത്തിന് വേണ്ടി അയക്കുമ്പോൾ ആദ്യം തന്നെ അവർക്ക് കൊടുക്കുന്ന അധികാരം അശുദ്ധാത്മാക്കളുടെ മേലുള്ള അധികാരമാണ്. അവരെ പുറത്താക്കാനുള്ള അധികാരമാണ് കൊടുക്കുന്നത്. അതിൽ നിന്ന് തന്നെ പൈശാചിക ശക്തികൾ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അപ്പോൾ ആ ശക്തികൾക്കെതിരെ പോരാടാനുള്ള എല്ലാ ശക്തിയും യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള അധികാരം കൊടുക്കുന്നു. മാത്രമല്ല, കർത്താവിൻ്റെ സുവിശേഷം ലോകമും എമ്പാടും എത്തിക്കുവാനുള്ള കൃപയും അവർക്ക് നൽകുകയാണ്. അതേസമയം അവരുടെ യാത്രയിൽ 2 കാര്യങ്ങളാണ് കർത്താവ് അനുവദിക്കുന്നത്. മെയിനായിട്ട് അവർക്ക് വടിയെടുക്കാനുള്ള അധികാരമുണ്ട്. ഈ വടി ഒരുപക്ഷേ അവർ വചനം പ്രഘോഷിക്കുന്നതിൻ്റെ അധികാരത്തിൻ്റെ അടയാളമായിരിക്കും. കാരണം മോശയെ നമ്മൾ കാണുന്നുണ്ട്. മോശയുടെ ആ വടി കൊണ്ട് മോശ ഒരു ജനത്തെ നയിച്ചു. മാത്രമല്ല, ആ വടി കൊണ്ട് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ മോശയ്ക്ക് സാധിച്ചു. പിന്നെ ഒരു നല്ല ഇടയൻ്റെ അടയാളമായും ആ വടിയെ നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ ശിഷ്യന്മാരെല്ലാവരും ഒരു കൂട്ടം ജനങ്ങളെ നയിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തിലേക്ക് കൂടി അവരെ കൊണ്ടുവരുവാൻ വേണ്ടിയായിരിക്കാം അവരുടെ യാത്രയിൽ അവർ വടി കരുതുന്നത് നല്ലതാണ് എന്ന് കർത്താവ് പറയുക. അതോടൊപ്പം തന്നെ രണ്ടാമത് അനുവദിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് ചെരുപ്പ് ധരിക്കുക. ഈ ചെരുപ്പ് ധരിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, അവർ നിയമം അനുസരിച്ചുകൊണ്ട് യേശുവിൻ്റെ വഴിയെ ചരിക്കേണ്ടവരാണ്. അവരുടെ പാത ദുർഘടമായിരിക്കാം, പക്ഷേ ഈ നിയമം അനുസരിച്ചുകൊണ്ട് യേശുവിൻ്റെ വഴിയെ ചലിക്കുമ്പോൾ ഈ ചെരുപ്പ് അവർക്ക് പരിരക്ഷ നൽകുന്നത് പോലെ കർത്താവിൻ്റെ വലിയ സംരക്ഷണം അവരുടെ യാത്രകളിൽ ഉണ്ടാകും എന്ന ബോധ്യം അവർക്ക് പകർന്നു നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം പാലിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട്
ആശ്രയം വയ്ക്കേണ്ടത് ആരിലാണ്? ദൈവത്തിലാണ്. അതുകൊണ്ട് അപ്പമോ അതുപോലെ പണമോ ഒന്നും നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. അതെല്ലാം നിന്റെ കൂടെയുള്ള കർത്താവ് നോക്കിക്കൊള്ളും. ഈ ഒരു സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി നീ ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിക്കുമ്പോൾ നിന്നെ കാക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്, നീ ഒന്നിനും പതറേണ്ട കാര്യമില്ല എന്ന ബോധ്യമാണ് ഇതിലൂടെ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുക. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിരക്ഷയുണ്ടാകും. ദൈവം എപ്പോഴും അവരെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കും. ദൈവം കൂടെ നടക്കുന്ന അനുഭവം അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ധീരതയോടുകൂടെ തന്നെ ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരിൽ എത്തിക്കുവാൻ ഇതുപോലെ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾക്ക് സാധിക്കും. ഇന്ന് പോൾ മിക്കിയുടെയും സഹചരന്മാരുടെയും തിരുനാൾ തിരുസഭ കൊണ്ടാടുമ്പോൾ അവരും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. ജപ്പാനിൽ വെച്ച് വധിക്കപ്പെടുന്ന വേളയിൽ അവരെ കുരിശിലേറ്റിയാണ് കൊല്ലുന്നത്. ആ കുരിശിൽ കിടക്കുന്ന വേളയിലും അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നതിൽ സന്തോഷിക്കുന്നുവെന്നാണ്. അവരുടെ മേൽ ചുമത്തപ്പെട്ടിരുന്ന കുറ്റമെന്ന് പറയുന്നത് കർത്താവിൻ്റെ തത്വം അവിടെ പഠിപ്പിച്ചു എന്നുള്ളത്. കർത്താവ് അവരെ എന്താണോ പഠിപ്പിച്ചത് അത് ആ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവർ പരിശ്രമിച്ചു. അതിനുവേണ്ടി അവർ ആരുടെ മുമ്പിൽ തലകുനിച്ചില്ല. പല സമയത്തും അവർക്ക് വിലക്കുകൾ നേരിടേണ്ടി വന്നു. അതൊന്നും വകവയ്ക്കാതെ ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് അവർ മരിക്കേണ്ടതായിട്ട് വന്നു. ആ മരിക്കുന്ന വേളയിലും സന്തോഷപൂർവ്വം അവർക്ക് മരിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അവർ ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ചു, പ്രവർത്തിച്ചു എന്നുള്ളതാണ്. 2 ദിവസം മുമ്പ് നമ്മൾ ജോൺ ദ ബ്രിട്ടോ എന്ന വിശുദ്ധനെ കുറിച്ച് കേൾക്കുകയുണ്ടായി. ജോൺ ദ ബ്രിട്ടോയുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു പറഞ്ഞ അതേ രീതിയിലാണ് അദ്ദേഹം തൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. ഗോവയിലേക്ക് കടന്നു വന്ന മധുര മിഷൻ്റെ ഭാഗമായി തീർന്നുകൊണ്ട് അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞ ഇതേ മാർഗങ്ങളിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ കൂടുതലായിട്ടൊന്നും അദ്ദേഹം കരുതിയില്ല. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം ആ ഒരു രീതിയിലായിരുന്നു. ആ ലളിതമായ വസ്ത്രധാരണത്തിലൂടെ അദ്ദേഹം മധുര മിഷൻ്റെ ഭാഗമായി അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ ഒത്തിരിയേറെ ഉത്സാഹം കാണിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഒത്തിരിയേറെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അനുകൂലമായ സാഹചര്യങ്ങൾ. അത് കൃത്യമായി പ്രയോജനപ്പെടുത്തി ക്രിസ്തുവിൻ്റെ വചനം എപ്രകാരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അന്നതേ പോലെ ദുർഘടമായ പാതകളിലൂടെ സഞ്ചരിക്കേണ്ടതില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന അനുകൂലമായ സാഹചര്യങ്ങളെ മുതലാക്കിക്കൊണ്ട് എപ്രകാരം നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ സാധിക്കും, അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിവെക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദീപബലിയെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.